ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് കേട്ടോ. രാവിലെ അടിപൊളി എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ടു ഗുഡ്. മഡ് ഹൗസ് അടിപൊളി സെറ്റപ്പ്. 2 ദിവസം നിൽക്കാൻ തോന്നുന്നു, 2-3 ദിവസമൊക്കെ. വൈകുന്നേരം ആയാൽ അതാണ് അവസ്ഥ കേട്ടോ. ലൈറ്റൊക്കെ കത്തി. വീണ്ടും ഒരു ഡെയിലി വ്ളോഗാണ്. ഡെയിലി വ്ളോഗ് അല്ല അല്ലേ, ട്രാവൽ വ്ളോഗാണ്. യെസ് ഗൈസ്, ഞങ്ങൾ ഇന്ന് വയനാട്ടിലേക്ക് പോവാണ്. ഞാനും അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ മെയിൻ ആൾ മുത്തുമണിയും ആണ് ഗൈസ് പോകുന്നത്. മുത്തുമണി ടയേർഡായി ഉറങ്ങി ഗൈസ്. ടയേർഡായില്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വന്നേനെ. ഞാൻ അവലെ ഇൻട്രോ എടുക്കുക. ഞങ്ങൾ വയനാട് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോവാണ്. ഒരു ആദ്യത്തെ പ്രാവശ്യമല്ല കേട്ടോ പോണത് ഇങ്ങോട്ട്. കുറെ വട്ടം പോയി. നമ്മുടെ മുന്നത്തെ പഴയ വ്ളോഗൊക്കെ കണ്ടവർക്ക് അറിയാം. നമ്മൾ ആ റിസോർട്ടിൽ പോയ വ്ളോഗ് ഞങ്ങൾ ആക്ച്വലി തിരുനെല്ലിക്കാണ് പോണതേ. തിരുനെല്ലിക്ക് നേരെ മഞ്ചേരി നേരെ അരീക്കോട് വഴി വയനാട് വഴി പോയാൽ മതി. പക്ഷെ പിന്നെന്താ വെച്ചാൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 6 മണി 6:10 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം നിലമ്പൂർ വഴി പോയച്ചു. നിലമ്പൂര് നമ്മളെ സ്ഥിരം റൂട്ടായിട്ടുള്ളല്ലേ ഇത്. ബന്ദിപ്പൂര് പിന്നെ ബന്ദിപ്പൂർ വഴി ഗുണ്ടൽപേട്ട പോയി അവിടുന്ന് തിരിച്ചു വരുമ്പോൾ കബനി, നാഗർഹോള്, കുട്ട ആ വഴി നേരെ തിരുനെല്ലിക്ക് വരാനുള്ള പരിപാടിയാണ്. കുറച്ച് ദൂരം പിടിക്കും. മറ്റേ വഴിയാണ് ഈസി. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പോവാൻ വിചാരിച്ചിട്ട് പോവാം. പിന്നെ എന്തായാലും 3 മണി നമ്മൾക്ക് എത്തിയാ പോരാ. അവിടെ മതി, ധൃതിയൊന്നുമില്ലല്ലോ. അതെ. അപ്പൊ തിരുനെല്ലി എന്താ വെച്ചാൽ അമ്പലത്തിലും തൊഴാം. രാവിലെ അമ്പലത്തിൽ തൊഴാം. അതെ. അതെ. റൂമൊന്നും കംപ്ലീറ്റ് ബുക്ക്ഡ് ആണ്. ലാസ്റ്റ് മിനിറ്റിലാണ് കിട്ടിയത്. അഗ്രഹാരം, തിരുനെല്ലി അഗ്രഹാരം റിസോർട്ട്സ് ആണ്. ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ലല്ലോ ഇത്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊന്നും വ്ളോഗ് ചെയ്തിട്ടില്ല. പ്രാവശ്യം പോയ സമയത്തൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല പോവാനുള്ള വഴിയൊക്കെ രസാ. അപ്പൊ എന്നാ ശരി, മുത്തുമണിക്ക് വയ്യ. മുത്തുമണിക്ക് ഉറക്കം വന്നിട്ട് ഉറങ്ങാനുണ്ട്. എന്നാ ഒന്ന് ബാക്കിൽ കടത്തി നോക്കി. ഞാൻ അതിന്റെ മുകളിലൊക്കെ ലിപ്സ്റ്റിക് ആവും. മുത്തുമണി ചെല്ലുമ്പോ ചാരി കടത്തി നോക്കി. അപ്പൊ ഓക്കെ. അപ്പൊ ബാക്കിയില്ലേ? ശരി. തൊപ്പൊന്നല്ല പൊന്തര സാധനം. ശരിയാവില്ല കേട്ടോ. തൊപ്പക്കാട് ധരിക്കും. തെപ്പക്കാട് തെപ്പാന്നല്ല, തെപ്പക്കാട് തൊപ്പ. ഞങ്ങൾക്കൊക്കെ തൊപ്പക്കാട്. ഈ ഇരിക്കുന്ന ആൾക്ക് തൊപ്പയാണ് തൊപ്പ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. പിടിക്കുക. ഞാനും അമ്മയും കുട്ടിയും കുറച്ചേരം കിടന്നുറങ്ങി. നമ്മൾ എവിടെ എത്തിച്ചാൽ ഗുഡലൂർ എവിടെ എത്തിയിരുന്നില്ല. ഞാൻ കണ്ണൂർ നോക്കുമ്പോ ഞാൻ പ്രതീക്ഷിച്ചത് ഗുണ്ടൽപേട്ട അല്ല ഇവിടേക്ക് എത്താനായി ഉണ്ടാവുന്ന പ്രതീക്ഷ. പക്ഷെ ഞങ്ങൾ എത്തിയത് മറ്റേ ആ എന്താ മറ്റേ ആ ബോർഡർ ക്രോസിംഗ് ഉണ്ടല്ലോ. 1.25 മണിക്കൂർ അവിടെ കുടുങ്ങിത്തരാം. മറ്റേ ആ നാടുകാണി മറ്റേ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ. നാടുകാണിയില് മറ്റേ ചെക്കിങ്ങില് 1.25 മണിക്കൂർ കുടുങ്ങി. പറ്റപ്പെട്ടുപോയി. സകലമായ ആൾക്കാരും വീട്ടിലിരിക്കേണ്ടവരൊക്കെ റോട്ടിലുണ്ടെന്ന്. നല്ല തിരക്കാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ നേരെ ഗുണ്ടൽപേട്ട വഴിക്ക് പോവാണ്. മറ്റേ ഗൂഡല്ലൂരിന്ന് തെപ്പക്കാട് എന്ന് ഞങ്ങൾ പറയും, തൊപ്പക്കാട് എന്ന് ഇപ്പോൾ പറയും. എന്ത് കാടാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാ അല്ലേ? ഞാൻ പണ്ടും അങ്ങനെ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാ പറഞ്ഞിരുന്നു. ഇപ്പൊ തൊപ്പക്കാട്. തൊപ്പക്കാട് എത്തി. അപ്പൊ തെപ്പക്കാട് എത്തിയിട്ടുണ്ട്. തെപ്പക്കാട് എത്തി കഴിഞ്ഞും തെപ്പക്കാട് എത്തിയില്ല, തെപ്പക്കാട് എത്തണുള്ളൂ. ബന്ദിപ്പൂര് കയറാൻ കേട്ടോ. ബന്ദിപ്പൂർ കാട്ടിലേക്ക് കയറാണ്. ആന, പുലി, ഒട്ടകല്ല, ആന, പുലി, ഇങ്ങനെ എല്ലാ സാധനത്തിനും ചോക്ലേറ്റ് വേണം. ഊട്ടി ചോക്ലേറ്റ് വേണം. ഊട്ടി ചോക്ലേറ്റ് വേണ്ട. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ചെറിയ സാധനം വാങ്ങാം. ഓക്കെ, എന്നിട്ട് പോവാം. അപ്പൊ ശരി എന്നല്ലേ. അപ്പൊ ബാക്കി മൃഗത്തിനായിട്ടുള്ള പിന്നെ പിടിമലിലും
ഗുണ്ടൽപേട്ടയ്ക്ക് എത്തിയില്ല. ഈ ഹിമവൽ ഗോപാൽസ്വാമി അല്ല, ഗോപാൽസ്വാമി പേട്ടുണ്ടല്ലോ, ഗോപാൽസ്വാമി ഹിൽസിന്റെ ആ റോഡിനാണ് നമ്മൾ എടുത്തത്. പക്ഷെ നല്ല രസമുള്ള സ്ഥലം. വീഡിയോ അതാണ് എടുക്കേണ്ടത്, നല്ല രംഗമില്ല. എന്തത് കഥ? റോട്ടില് പുല്ല് നോക്കൂ, ഈ സ്ഥലത്ത് കണ്ടോ റോട്ടില് പുല്ല് ഉണക്കായിട്ടിരിക്കുന്നു കേട്ടോ. കോഴിക്കോടെ പറയില്ല ഇവിടുത്തെ ആൾക്കാർ. റോട്ടില് പുല്ല് ഉണക്കാട്ടത് പശുവിന് കഴിക്കാൻ വേണ്ടിട്ടില്ല. അടിപൊളി സ്ഥലമാണല്ലേ. നോക്ക് അവിടെ നോക്ക്, അവിടെ ഷൂട്ട് ചെയ്ത ശരിക്കും നല്ലൊരു ഗ്രാമം. കർണാടകത്തിലെ ഗ്രാമങ്ങളിലൂടെ നമുക്ക് കിഡ്സ് മെനു കൊടുത്തു ഗൈസ്. പപ്പടം കണ്ടോ, എന്ത് കുഞ്ഞു പപ്പടല്ലേ. അപ്പൊ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ലഞ്ച് കഴിച്ചു. ഞങ്ങൾ സുൽത്താൻ ബത്തേരിയുള്ള വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഞ്ച് കഴിച്ചു. എല്ലാരും ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ബിരിയാണി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് അച്ഛൻ അമ്മ ഞാൻ ഏട്ടൻ ചിക്കൻ ബിരിയാണി, അച്ഛൻ മാത്രം ബീഫ് ബിരിയാണി കഴിച്ചു. ബീഫിന്റെ കൊമ്പ് അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതെ, കൊമ്പ്, ബീഫിന്റെ കൊമ്പ്, ബീഫിന്റെ കൊമ്പ്, അത്ര കൊമ്പ്. ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് സീ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോഴമ്മയ്ക്ക് ആകപ്പാടെ സങ്കടമായി ഗൈസ്. അച്ഛനും സങ്കടമായോ? സീ ഫുഡ് എങ്ങനെയാ വെച്ചാല് പിന്നെ സദ്യ പോലെ, ഫുള്ള് സീ ഫുഡ് സദ്യ ശരിക്കും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അത് ഞങ്ങൾ സാധാരണ പോലെ പറയണ പോലെ ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിച്ചു. ഷെഫ് പിള്ളേന്റെ റെസ്റ്റോറന്റ് ആരോ പോയി കഴിച്ചിട്ടൊന്നുമില്ല. ആ ഷെഫ് പിള്ളേരുടെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് അവിടെ കഴിച്ചാൽ കേട്ടോ. അച്ഛാ, അപ്പൊ ഷെഫ് പിള്ള അവിടെ വ്ളോഗ് എടുത്തു കഴിഞ്ഞു? ഇല്ല, വ്ളോഗ് എടുത്തില്ല. വ്ളോഗിൽ എപ്പോഴും ഷെഫ് പിള്ളേല് റെസ്റ്റോറന്റിൽ ഷെഫ് പിള്ള ഉണ്ടാവും ഇപ്പൊ അവിടെ. അല്ല ഉദ്ദേശിച്ചത്, അയാൾ ഷെഫ് പിള്ള റെസ്റ്റോറന്റില് അല്ല, ഒന്നുമില്ല. ഓക്കെ ശരി, നമുക്ക് നമ്മൾ നേരെ പോകുന്നു നമ്മുടെ റിസോർട്ട്, അഗ്രഹാരം റിസോർട്ട് തിരുനെല്ലി. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. നമസ്കാരം. നല്ലോണം ഓടി. ദർശനൊരു മാറ്റില്ല കേട്ടോ. ആണോ? വലിയ മാറ്റമൊന്നുമില്ല അല്ലേ? അടിപൊളി. അപ്പോ നമ്മളെ ആള് കുറച്ച് മുഖമൊക്കെ ഉണ്ടല്ലോ. അന്നത്തെ വീഡിയോ എന്തെങ്കിലും സോങ് ഒരു 2 years ആയിട്ട് 2 years മേലെ ഉണ്ട്. സ്റ്റോപ്പ്. നമ്മളെങ്ങടാ മൊത്തം പോണേ? വഴിയറിയോ? ആ വഴിയില്ല. നമ്മുടെ റൂം എവിടെ അറിയോ? സ്വിമ്മിംഗ് പൂളിലുള്ള കിടന്നുറങ്ങണി. താമസിച്ചു ഇവിടെ കേട്ടോ. ലാസ്റ്റ് ടൈം വന്നപ്പോ ഇവിടെ താമസിച്ച്.
ലാസ്റ്റ് ടൈം ഇവിടെ ഇല്ല താമസിച്ച്. അതെ ഓ രാത്രി ബുഫേ ആട്ടോ. ബുഫേ രാവിലെ ഉണ്ട്, ബുഫേ രാത്രി ഉണ്ട്. ബുഫേ ഇന്ന് രാത്രി ഉള്ളു. ഇന്നത്തെ ഫുൾ ഹൗസ് മേഡം. ഇന്ന് അവര് പറയുന്ന മഡ് ഹൗസ് ഭയങ്കര താല്പര്യം. രാത്രി നല്ല തണുപ്പാട്ടോ. ഓ എന്റെ പൊന്നേ, കൊലച്ചു മൂടി വയ്യാണ്ട് കിടക്കുന്നത്. കളിമൺ വീട്, കളിമൺ മുറി. ആ പുറത്തൊരു പായൊക്കെ ഉണ്ടല്ലോ. ഇവക്ക് രാത്രി തെറ്റി വന്ന് കിടക്കാനുള്ള പായൊക്കെ ഒരു നേരത്തെ തന്നെ എടുത്ത് വെച്ചിരിക്കണം. ഇങ്ങോട്ട് വന്നു അപ്പുറത്തെ ഇത് പൊളിച്ചു. ഇത് വൈക്കോല, വൈക്കോൽ മുത്തേ അപ്പുറത്തോ കഴിക്കാൻ. മൂന്നെണ്ണുണ്ടോ? അതല്ല ഇത് കണ്ടോ അടിപൊളിയായിട്ടത്. രണ്ടാമത്തെ നമ്മുടെ ഇത് നോക്കാം. പക്ഷെ കുറച്ച് അത് ക്ലീനിങ് നടന്നോണ്ട് കുറച്ച് സമയം ഓ അതിൽ കൂടെ പുല്ല് ഇല്ല വേണം. ഇതിൽ കൂടെ നിന്ന് ഇറങ്ങി വന്നോ. ഈ ഗ്യാപ്പിൽ കൂടെ വന്നോ. അമ്മേനെ കൊള്ളു. വേണോ ചോദിച്ചിട്ടുണ്ട്. തണുപ്പുണ്ടല്ലോ. ഇതാണ് മാസ്റ്റർ ബെഡ്. ബെഡിന് കിടക്കാനുള്ള ഭയങ്കര ശരിക്കും മണ്ണായി. മണ്ണുണ്ട്. മണ്ണുണ്ട് വേറെ ഇതും കൂടെ മിക്സാ. പറ്റല്ല. ഓ പുറത്തേക്ക് ചൂടും ഈ ഭാഗത്തേക്ക് ഇതാണ്. പുറത്ത് ചൂടും അകത്ത് നല്ല തണുപ്പ്. പെട്ടെന്നൊരു ഫീൽ ചെയ്യും. പെട്ടെന്ന് ഫീൽ ചെയ്യട്ടോ. അകത്ത് ഭയങ്കര തണുപ്പിട്ടോ. സീലിംഗ് എന്റെ ബെഡ്റൂം അതുപോലെ. ഇത് മതി, ഇതന്നെ മതി. ഇത് കണ്ടോ മുറ്റത്ത് നിന്ന് വിളിക്കുന്ന വീടാണ്. സൂപ്പറായി സൂപ്പറായി. അങ്ങനെ മുത്തുമണിക്ക് ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യല്ലേ. മുത്തുമണിക്ക് പഠിക്കാൻ ഒരുപാടുള്ളതല്ലേ. എന്താ മുത്തുമണി ചെയ്യുന്നത്? ആ മുത്തുമണി വരയ്ക്കാൻ വേണ്ടി. മുത്തുമണി അങ്ങനെയാണ്. മുത്തുമണി അടിപൊളിയാണ്. ഒന്നിങ്ങനെയും രണ്ടാമത്തെ എവിടെ അവിടെ പോയി കാണാനില്ലേ. അതായിരുന്നു. എടാ ബുക്കൊക്കെ കൊണ്ടുവന്നൂടാ, പഠിച്ചൂടാ. മെയിനാവോ ഓവറാവോ അതിന് ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും കമന്റ് ബോക്സില് ഇപ്പോഴേക്കാളും വലിയ മെയിൻ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റൂമിന്റെ ഒരു ദിവസം തരും സ്പോൺസർ ചെയ്യാം. അടിപൊളി. ഇപ്പോഴേക്കാളും വലിയ മെയിൻ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഗിവ് അവേ ചെയ്യാം. പറയരുത്. അതൊന്നും പറയില്ല. ഒക്കെ ധൈര്യമില്ല. ഓ വരയ്ക്ക
വെറുതെ നോക്കി വരയ്ക്കുക. കാണിക്കട്ടെ പട്ടത്തിലോ 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 അറിയാലേ. വരയ്ക്ക, നോക്കി വരയ്ക്കുക. എന്താലേ എന്ത് ചെയ്ത് വീഡിയോ എടുക്കല്ലേ? ആ അതെ. അല്ലേ പിന്നെ എന്താ പറഞ്ഞത്, നമ്മളാ ഗ്യാപ്പില് കിട്ടിയ ഗ്യാപ്പില് മീനവ് മീനാവില്ല, പഠിക്കണം. എന്റെ കുട്ടി വരയ്ക്കല്ലേ. ആർട്ടിസ്റ്റ്. അതെ, അയാൾ എൻ്റെ കുട്ടി വീട്ടിലിരിക്കുമ്പോൾ ഫുൾ ടൈം മൊബൈൽ, കാറിലിരിക്കുമ്പോൾ മൊബൈൽ. എന്നാൽ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയാൽ അല്ല അമ്മേ മൊബൈലല്ല. പ്രകൃതിയെ നശിപ്പിക്കുന്നു. എനിക്കൊരു കാര്യം അറിയാം മുത്തേ, 1,000,000 ട്രീ വേണം ഒരു പേപ്പർ ഉണ്ടാക്കാൻ. അറിയോ? 1 ട്രീ പറഞ്ഞ ഒരു പേപ്പറാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? പേപ്പർ വേസ്റ്റ് ചെയ്യരുത്. ആ 4 വയസ്സുള്ളപ്പോഴേ അമ്മക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓ എത്ര വയസ്സായി? 7. എന്താ പിന്നെ മോളിക്കാനായിട്ട് റൗണ്ട് പോവാൻ ഇല്ല, വാക്കിന് വാ. സൂര്യഭഗവാനെ അടിച്ചു. സൂര്യഭഗവാനോ? സിന്ധുവിനെ പോലെ സൂര്യ നമസ്കാരം. സൂര്യഭഗവാൻ നോക്കി വരയ്ക്കട്ടോ. സൂര്യഭഗവാൻ. ഭഗവാൻ നീ എന്റെ മോളിക്ക് വാക്കിന് മാടി ഒരുമിച്ച് പോവാ. ഞാൻ പോവാട്ടോ. ഒരു കാലല്ല, മുട്ടാണ്. ആട്ട് തൊട്ടിൽ കുട്ടിനുള്ളിൽ കൺമണി ഇനി കണ്ണീരൊന്നും വേണ്ട, നമുക്ക് വേഗം വായോ പോവാം. പൂളിൽ ചാടി കുളിച്ച് എന്നെ പറയരുത് എന്ന് അച്ഛൻ പറഞ്ഞു ഞങ്ങളോട് ഇന്നു. എങ്ങനെയുണ്ട്? ഭയങ്കര. അയ്യോ അയ്യോ എടാ, മതി. ഇതാ പോടും ഒരാള് സ്വിമ്മിങ് പൂളിക്ക്. ചെറിയ കുട്ടിയമ്മ വാങ്ങിയ സ്വിമ്മിങ് ഡ്രസ്. അച്ഛൻ വേറെ വാങ്ങിത്തരാട്ടോ കുട്ടിക്ക്. അച്ഛൻ വാങ്ങിത്തരാട്ടോ. ഞങ്ങളങ്ങനെ സ്വിമ്മിങ് പൂളിക്ക് പോവാം അല്ലേ മുത്ത്? നടക്കൂ. അച്ഛൻ ഇറങ്ങാൻ നോക്കാം. അച്ഛനാണ് പറഞ്ഞത് കണ്ണീരൊന്നും വേണ്ട, ഇനി ഏതായാലും മഷി പിടിച്ചതല്ലേ, ഇനി പൂളിക്ക് പോയിട്ടേ കാര്യള്ളൂ. അതെ ഞാൻ 100% ഉറപ്പിച്ചതാണ് ഇതിനെ പൂളിക്ക് ഇറക്കില്ല എന്ന്. പക്ഷെ ഇത് ഇന്നെ വാശി പിടിപ്പിച്ചിട്ട് ഇറക്കിച്ചു. അപ്പോൾ ഫെൻസിനോട് തുടരുതേ, ഷോക്കാണ്, കറണ്ടാണ്. ഫെൻസിനോട് തുടരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി അവിടെ താഴെയാണെങ്കിലും പൂളിക്ക് ഇങ്ങനെ പോവാം കേട്ടോ. ഈ വഴി പോവാം. ഓർമ്മ ഉണ്ടോ? വേണ്ട ബാ. പട്ടിക്കുട്ടിയാണത്. പേടിയാണ് അതിനെ. പേടിയാ. ഇവിടെ റാംബോ ഉണ്ടായിരുന്നില്ല? റാംബോ ഇപ്പോഴും ഉണ്ടോ? KTDCയിലെ പള്ളി KTDC ആണോ റാംബോ? ഞങ്ങളെ റീൽസ് എടുക്കട്ടെ. ഞങ്ങളെ റീൽസ് എടി ഇവിടെ പാടി.
ഇവിടെ വാടി ഇവിടെ വാടി ഇവിടെ വാടി ഇവിടെ വാടി ഇവിടെ വാടി പൊടി പൊടി വ്ലോഗ് ചെയ്തോളൂ. പറയണം പറയണട്ടോ സ്റ്റെപ്പ് ഇറങ്ങാൻ പോണ്. ഓക്കെ ലെറ്റ്സ് ഗോ. മുക്കി കാണിച്ചെടുക്കണേ. സോറി ഗോപി ഗൈസ്, ഞാൻ ആദ്യം മുങ്ങി കാണിച്ചെടുക്കട്ടെ. ഞാൻ മുങ്ങി കാണിച്ചാ നമുക്ക് ബേബി പൂൾ ഇവിടുന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആയിപ്പോ. പിന്നെ ആകെ ചായക്കളാവും. അമ്മ 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 ഡൈവ് ചെയ്താലോ? 3, 2, 1. മുങ്ങാണ്ട് വന്നാ മതി. എന്നാ വരും എന്തേ കാട്ടി വരും. പോയിട്ട് റെഡി ഓക്കെ അല്ലേ? ബാക്കിക്ക് പോയാൽ പുള്ളിത് ഞാനും എൻ്റെ കുട്ടിയും കൂടി കുറേ ദിവസമായിട്ടാണ് വിചാരിച്ചതാണ് അല്ലേ. ഞാനും കുട്ടിയും കൂടി സ്വിമ്മേഴ്സാണ് ഞങ്ങൾ അല്ലേ. ഞങ്ങൾ സ്വിമ്മർമാരാണ് അല്ലേ. യെസ്, അപ്പം ഇന്ന് വൈകുന്നേരത്തെ നമ്മൾ വർക്കൗട്ട് ചെയ്യാത്ത കളിയില്ല. സൈക്കിൾ ഇവിടെ ഒരു സാധനം കിടക്കുന്നത് ബിറ്റ്വീൻ അതൊന്നുമില്ല കേട്ടോ. വർക്കൗട്ടും പരിപാടി ഒന്നുമില്ല. അത് സൈക്കിൾ എടുത്തോ. ഒരു ടർക്കി എടുത്തിട്ടുള്ളൂ, വേണമെങ്കിൽ കൊണ്ടുതരാം. ഓ, അമ്മ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അമ്മയാണ് കേട്ടോ, ഇവിടുത്തെ കുട്ടീനെ നേരത്തെ കണ്ട കുട്ടിയുടെ അമ്മ. അമ്മയും അച്ഛനും അമ്മാവനും എല്ലാവരും ഉണ്ടല്ലോ ഭഗവാനെ. കടിക്കില്ലല്ലോ മക്കളങ്ങളൊന്നും. ഓമിഞ്ഞു വെച്ചാണ് ഇതൊക്കെ ഇവിടുത്തെ അന്തേവാസികൾ. ഞാൻ പറയാം, മോനെ മാറിക്കടാ, ബ്രേക്കില്ലടാ മാറടാ. കുറച്ച് ബ്രേക്ക് ഉണ്ട്. കയറിയാ ഞാൻ ചെറുതായിട്ടൊന്ന് ഇറങ്ങി. ഞാനേ അമ്പലത്തിൽ വൈകുന്നേരം പോവാ. മറ്റെന്താ ഉണ്ടാവുക അറിയോ? ബുദ്ധിമുട്ടാവും. രാവിലെ നീക്കൽ കണക്കാവും. അമ്പലത്തിൽ പോയി നമ്മൾ കുറച്ച് നേരം കൊണ്ട് കളിച്ചിട്ട് പോവേ. നിങ്ങളറിയിക്കോളൂ. നിങ്ങളൊന്നും അമ്പലത്തിക്കില്ല, ഞങ്ങൾ പോയിട്ട് വരാം. അമ്പലത്തിൽ പോട്ടോ പോരോ? വൈകുന്നേരമായ അതാണ് അവസ്ഥ കേട്ടോ. ലൈറ്റൊക്കെ കത്തി. ഒറ്റ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൻ്റെ ഉള്ളിൽ വെളിച്ചം കുറവാണ്. അതൊരു ഡിം ലൈറ്റാണ് അവിടെ. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഭാഗം കാണിച്ചു തരാം. പക്ഷെ ഒരു ഡിം ലൈറ്റാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രോബ്ലം മാത്രം. രസമാണ് കേട്ടത്. മഡ് ഹൗസ് ഫാമിലീനേക്കാളും കൂടുതൽ ഇതൊന്നും കൂടി അടിപൊളിയാവുക കപ്പിൾസിനാണ്.
കുട്ടപ്പന് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ അല്ലേ? സ്വിമ്മിംഗ് പൂളിൽ ഞാൻ വരും എനിക്ക് മറ്റേ മൗണ്ട് ചെയ്യുന്നു. മൗണ്ട് ചെയ്യാറ് ഇത് കുട്ടപ്പ മൗണ്ട് ചെയ്യുന്നില്ല, നെക്ക് മൗണ്ട് ഇടുന്നില്ല. മറ്റേ കുണ്ടും കൂടി കൂടി എന്നാ നെക്ക് മൗണ്ട് എടുത്തോളൂ വേണമെങ്കിൽ ബ്രേക്ക് പോലല്ലോ. ഇവിടെ നോട്ടെ. വിഷ്ണു ലോകം വന്ന ഉടനെ കയറി കൂടിയത് അതിൻ്റെ മുകളിൽ. കുട്ടപ്പ സൂക്ഷിച്ച് പോയിക്കോളൂ കേട്ടോ. ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടോ? എടുത്തിട്ടില്ല, നാളെ നിൽക്കടാ, നാളെ പോകണം. ദർശനം വിളിക്കണ്ട്. വൈകുന്നേരം ഒന്ന് സ്നാക്ക് അടിക്കാനുള്ള പരിപാടി. ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോഴേക്ക് അല്ലേ മുത്തുമണി? ഇക്കാലം ഒനിയൻ പക്കോട. ഇനി ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോകാൻ കേട്ടോ, തിരുനെല്ലി അമ്പലത്തിലേക്ക്. അങ്ങനെ തിരുനെല്ലി വന്ന് നല്ല രീതിയിൽ തൊഴുത് വഴിപാട് കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് തിരുനെല്ലി ഈ സമയത്ത് വരുന്നത്. ഭയങ്കര സുഖമാണ്, പ്രത്യേക സുഖം. നല്ല തണുപ്പും കാലാവസ്ഥയും, തിരക്കില്ല. ജസ്റ്റ് ഞങ്ങൾ എത്രയും മുന്നേ ഒരു പൂജയ്ക്ക് എത്തിക്കഴിഞ്ഞ് ജസ്റ്റ് ആ സമയത്ത് തന്നെ പൂജയ്ക്ക് നട അടച്ചു. ഇതാണ് ഇവിടുത്തെ രാത്രി ആംബിയൻസ്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര രസമാണ്. ഒരു ഫാമിലിക്ക് ഇങ്ങനെ സുഖസുന്ദരമായിട്ട് വന്നിരുന്ന് കഴിയാനുള്ള കംപ്ലീറ്റ് ഒരു വീട് അല്ലേ കുട്ടപ്പ? അല്ലേ, അടുത്തൊരു വീട്. പക്ഷെ ആരും ഇല്ല ഇവിടെ. ടി വി ഒന്നും ഇല്ല കേട്ടോ അതിനുള്ളിൽ. അങ്ങനെ ഇവരെ കോൺസെപ്റ്റിന് കംപ്ലീറ്റ് നേച്ചുറൽ അത്രേ. നേച്ചുറലായിട്ട് ടി വി ലാഭിച്ചു. ഭാഗ്യത്തിന് ക്ലോസറ്റ് ഉണ്ട്, പറമ്പ് പോലില്ല. അതെ, കറക്റ്റ്. അതും കൂടെ കറക്റ്റായി. നേച്ചർ ഫീലിംഗ് ഉണ്ട്. ഞാൻ കളയാ. ഇതാണ് രാത്രിത്തെ ഇവിടുത്തെ ആംബിയൻസ് കേട്ടോ. രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. വെളിച്ചം കുറച്ച് കുറവുണ്ട്, പക്ഷെ വെളിച്ചം ഉണ്ടല്ലോ ഇപ്പോൾ കുറച്ച് അല്ലേ? അവിടെ അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു അല്ലേ? ഇതാണ് അവസ്ഥ. നൈറ്റ് വൈബ് അടിപൊളി അല്ലേ? ഇത് കുറച്ച് അപ്പുറത്തുനിന്ന് വീഡിയോ എടുത്താൽ ചേട്ടാ. ഇതൊക്കെയാണ് ഇവിടെ ചുറ്റുപാട് കേട്ടോ രാത്രിത്തെ അവസ്ഥ. ദിസ് ഇസ് ദി സിറ്റുവേഷൻ ഓഫ് അവർ ടുഡേയ്സ് സ്റ്റേ ഇൻ വയനാട്. കണ്ടോ ഇതേതാ പ്രോപ്പർട്ടി എന്നുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയിലുണ്ട് കേട്ടോ. വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? മുത്തുമണീൻ്റെ ഡാൻസ്. മുത്തുമണി അത് തരും, അത് തരും. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഇന്ന് കിടന്നു. അപ്പോൾ ഞങ്ങൾ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പുറത്തേക്കുള്ള വ്യൂ ആണിത് അല്ലേ കുട്ടപ്പ? ദൂരെ ക്യാമ്പ് ഫയർ ഇങ്ങനെ കിടന്ന് കത്തുന്നുണ്ട്. അത് അപ്പുറത്തെ വൈക്കോലിന് പിടിക്കുമെന്ന് പേടിയുണ്ട്. ഉറക്കം വന്നിട്ടാണെങ്കിൽ വയ്യ, പക്ഷേ നമ്മളിത് കിടന്നിട്ടേ ഉറങ്ങുള്ളൂ. അല്ല, ഉറങ്ങിയിട്ടേ കിടക്കുള്ളൂ, അല്ല കെട്ടിട്ടേ കിടക്കുള്ളൂ. ഉറക്കം വന്ന് അങ്ങെത്തിന്. പക്ഷെ എന്താ പറയുക, കുറച്ചിങ്ങോട്ട് ഉറക്കം വരുമ്പോഴേക്കും അവിടെ പുക പൊന്തിന് തോന്നുക. ആ പുകയെങ്ങാനും അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ചാൽ ഫുള്ള് വൈക്കോലുണ്ടാണ്. അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഒന്നും കാണാനില്ല, ഇട്ടാണ് കേട്ടോ. നമ്മൾ രാവിലെ കാണിച്ചിട്ട് ബാക്കി പുക പൊന്തണ്ടല്ലേ? എന്താണ് ഇനിയും കത്തി പിടിക്കുന്നുണ്ടല്ലോ? പുല്ലിന് തീ പിടിക്കണ്ടോ ഭഗവാനെ? നോക്കട്ടെ, രണ്ടിട്ട് നോക്കാം.
അപ്പോൾ ബാക്കി നാളെ രാവിലെ കാണാം കേട്ടോ. അങ്ങനെ ഗുഡ് മോർണിംഗ് ആയി. പിറ്റേ ദിവസം ഇതാണ് സെറ്റപ്പ് എൻ്റെ അവസ്ഥ. നോക്ക്, കുട്ടപ്പാ ഉറക്കം അടിപൊളിയല്ലേ? സൈക്കിൾ തുറക്കണ്ടേ? ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് കേട്ടോ. രാവിലെ ഓഫ് അടിപൊളിയാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ടു ഗുഡ്. മഡ് ഹൗസ് അടിപൊളി സെറ്റപ്പ്. 2 ദിവസം നിൽക്കാൻ തോന്നുന്നു, 2-3 ദിവസമൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? എങ്ങനെയുണ്ട് മഡ് ഹൗസ്? അടിപൊളി അല്ലേ? നല്ല തണുപ്പും നല്ല അടിപൊളി ക്ലൈമറ്റ്. ബാത്റൂം ഒരു പ്രത്യേക രസം, ഡ്രൈ കിടക്കും, ഭയങ്കര സുഖം, അടിപൊളി. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത് റൂമൊക്കെ സൂപ്പർ, നല്ല അടിപൊളി. കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മള് ഇതേമാതിരി നിൽക്കുമ്പോൾ ഒരു മനസ്സമാധാനമായിട്ട് ഉറങ്ങി. സാരില്ല. എവിടെ കുട്ടപ്പൻ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ്ടേ? അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് മുത്തുമണി എണീറ്റിട്ടില്ല. അടിപൊളിയായിട്ട് സമാധാനപരമായിട്ട് കിടന്നുറങ്ങിട്ടോ, സീരിയസ് ആയിട്ട്. സാധാരണ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വല്ല വയ്യായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒരു സുഖമില്ലാത്ത പരിപാടിയായിരുന്നു. പക്ഷേ ഇത് അടിപൊളി, സീരിയസ്ലി റെക്കമെൻഡ് ചെയ്യും. മഡ് ഹൗസ് അടിപൊളിയാണ്. കുറച്ച് വെളിച്ചക്കുറവ് രാത്രി ഉണ്ടെന്ന് ഞങ്ങൾക്ക് വന്ന സമയത്ത് ഫീൽ ചെയ്തു. പക്ഷേ അതൊരു വിഷയമല്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആംബിയൻസ് അങ്ങനെയാണ്. അല്ല, ഇത് ആക്ച്വലി കപ്പിൾസിന് അല്ലേ, കപ്പിൾസിന് അടിപൊളി, ഫാമിലിക്കും അടിപൊളി തന്നെയാണ്. സൂപ്പറാണ്, അടിപൊളി, നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങി. നമുക്കിതിൻ്റെ താഴത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ വന്ന വഴികൾ. ഇതിലേക്കുള്ള വഴി ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാണ് രാത്രിയൊക്കെ. നല്ല 2-3 ദിവസം കൂടി നിൽക്കുന്നത് കണ്ടോ. അങ്ങനെയാണ് ഹൗസ് ഉണ്ടാവുക കേട്ടോ. ഇതൊരു മഡ് ഹൗസാണ്. താഴേക്കൊക്കെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പേടിയൊന്നുമില്ല എന്നവർ പറയുന്നു. നമുക്കും പ്രശ്നം തോന്നിയില്ല. അങ്ങോട്ടും ഉണ്ട് മഡ് ഹൗസ്. ഇവിടെയാണ് നമ്മളെ താമസം. ഇനി ഉച്ചയ്ക്കാണ് ചെക്കൗട്ട്. 1 മണിക്കാണ് തോന്നുന്നുണ്ട്, 1 മണിക്കാണ് 12 മണിക്കായിട്ടാണ് ചെക്കൗട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ അതുവരെ വേണമെങ്കിൽ സ്വിമ്മിങ് പൂളിലൊക്കെ കളിക്കാം. ഇന്നലെ കുറേ നേരം കുട്ടികൾ പോയി കളിച്ചതായതുകൊണ്ട് ഇന്നിപ്പോൾ കൊണ്ടുപോകണില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവർ പറയണ പോലെയാണ്. അപ്പോൾ അതാണ് സ്ഥിതി. ആർക്കെങ്കിലും വരണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ലിങ്ക്. ഇവിടെ എന്താ സ്ഥിതി? ഇതുവരെ വലിയൊരു മഡ് ഹൗസാണ്. 2-3 ഫാമിലിയൊക്കെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലേ അടിപൊളിയാണ്. റേറ്റും കാര്യങ്ങളും നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ. റേറ്റ് ഞാൻ എന്തെങ്കിലും പറയുന്നില്ല. യെസ്, ഇനി മെല്ലെ തിരിച്ച് പോയി നോക്കട്ടെ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കുട്ടപ്പ വാടാ, പോവാ പോര്. കുറച്ച് നേരം വന്നിരുന്ന് ആടിക്കോളൂ. ഇത് വേറൊരു പ്രോപ്പർട്ടി കേട്ടോ അവിടുത്തെ മുകളിലെ. ലെറ്റ്സ് ഗോ. KTDC ടാമറിൻഡ്. മുത്തുമാൻ ഹാപ്പിയാ? ഭയങ്കര ഹാപ്പി. ക്ഷീണിച്ചോ? ഓഹോ, ഇത് മെയിൻ പ്രോപ്പർട്ടിക്ക് കുറച്ച് ദൂരമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങോട്ടാണ് പോകേണ്ടത്. ഇതാണ് ഞങ്ങളാണ്. എടി എന്താടി കാണിക്കുന്നത്? വേഫേഴ്സ് കഴിക്കുക കുട്ടി, വേഫേഴ്സ് കഴിക്കടി കുട്ടിയെ. തുടർന്നിട്ടോ മുത്തേ, സുന്ദരി കുട്ടിയാണ്. അതിനുള്ളിൽ താമസക്കാരുണ്ടോ? ഗൈസ്, നട്ടു ഉച്ചയ്ക്കുള്ള അവസ്ഥ കേട്ടോ. നല്ല വെയിലാ. അതെ, പക്ഷേ വേറെ കാര്യം, നല്ല വെയിലാണെങ്കിലും വീട്ടിനുള്ളിൽ നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ തണുത്ത് വിറച്ചിരിക്കുമ്പോൾ
എടുത്തത് സൈക്കിളായിട്ട് എവിടേക്കാ പോണ്? വീടെത്തി വിഷ്ണു ലോകം ഫോട്ടോ എടുക്കാനാ? ഞാനും സൈക്കിളും ഷൂസും വെള്ളി അടിപൊളി. BMW എംബ്ലം കാണണോ? ടോയ്ലറ്റ് പോയിട്ടുണ്ട് മുത്തുമണി ടോയ്ലറ്റ് പോയി അപ്പൊ കൊട്ടും അവിടെ വായ സംസാരം നമ്മളെ വിളിക്കുന്നത് കൈ കിട്ടും. അവള് മുണ്ടില്ല അല്ലേ? ടോയ്ലറ്റ് പോയ അവള് വായ വിളിക്കില്ല. അവള് ബാത്റൂമിൽ അപ്പിടുമ്പോ അവിടെ പോയി ഇത് വേണമെങ്കിൽ ഭദ്രമാക്കി തിരിച്ചെത്തറിയൊന്നും വിളിക്കൂല. ഒന്നും വിളിക്കില്ല, മുണ്ടാതിരിക്കുക, ആൾക്കാർ ഇങ്ങനെ അടിക്കും, ഹാൻഡ് ഷവർ അടിക്കും. അതുണ്ടല്ലോ അതിൻ്റെ അതെ കറക്റ്റ്. അയ്യോ ഒരു സെക്കൻഡ് അതിനെ എന്തെങ്കിലും പറയാൻ കിട്ടിയ ചാൻസ് ഒക്കെ മുതലാക്കും. അതൊരു ചെക്കൻ ഗായ്സ്. അങ്ങനെ ഞങ്ങള് ചെക്കൗട്ട് ചെയ്യാണ് ഇവിടുന്ന്. അഗ്രഹാരത്തിലെ മഡ് ഹൗസ്. മുത്തുമണി വരുന്നുണ്ട്. മുത്തുമണി വാടി. മതി മുത്തേ, ലേസ് കഴിച്ചത് എത്ര നേരമായി. അങ്ങനെ മുത്തുമണിയും വരുന്നുണ്ട്. ചെക്കൗട്ട് ചെയ്യാണ്. ഭയങ്കര സങ്കടം ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ. ഇതാണ് നമ്മുടെ അഗ്രഹാരത്തിൻ്റെ അസറ്റ്. നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും മിസ് ചെയ്യുന്ന ഒരാളാണ്. അഗ്രഹാരത്തിൽ വരുന്ന സമയത്ത് ദർശൻ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ദർശനം ഒന്ന് വിളിക്കുക. അടിപൊളി. ഇതും കൂടി ജലി സ്റ്റൈലിൽ തന്നെ വിട്ടു വെച്ചാലേ. അപ്പോൾ ഞങ്ങൾ വിടുകയാണ് ഇവിടുന്ന് കേട്ടോ. വെക്കേറ്റിംഗ് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഓക്കെ. നാശത്തിലേക്കാണ് നീ പോകുന്നത്. ഓ വണ്ടീന്റെ മറവിലാണ് കാണാൻ പറ്റില്ല. അതിന് വാങ്ങി കൊടുക്കണ്ടോ? അങ്ങനെ ഉണ്ണിയപ്പം കഴിച്ചു. വിശന്നിട്ടില്ലെങ്കിലും ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. തോൽപ്പട്ടിയുള്ള വനിതാ മെസ് എന്ന് ഭക്ഷണം കഴിക്കാതിരിക്കും. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഫുഡ് കഴിക്കാം അല്ലേ? വരൂ, ഞാൻ ഉണ്ട് നോക്കുക. കർമൂസ കഴിക്കും. കഴിച്ചോളൂ. കുറച്ച് ചോറ് എത്തിട്ടോ. ഒരു പകുതി അവിടെ കേട്ടോ. ഞാൻ വേണേ എടുക്കാം. കുറച്ച് മതിട്ട് അവക്ക് വെറുതെ വേസ്റ്റ്. അതിന് സാമ്പാർ വേണോ? പപ്പടം വേണോ? പപ്പടം കിട്ടുമോ? പപ്പടം കിട്ടും. ഒരു എക്സ്ട്രാ പപ്പടം. സൂപ്പർ ഫുഡാണ്. കപ്പ, ആ ചോറിൻ്റെ കൂടെ ഒരു കപ്പ, അതിൻ്റെ കൂടെ കാന്താരി ചമ്മന്തി, അതിൻ്റെ കൂടെ ബീഫ് ഫ്രൈ. നല്ല ഫുഡാണ്. സൂപ്പർ ഫുഡാണ്. നല്ല സ്പൈസി ഉണ്ടോ? സ്പൈസിയൊക്കെ രസമാണ്. അവിടെ സ്പൈസി. അപ്പൊ എന്താണ്? ബംഗാളിയല്ലേ? അല്ല അല്ല, രണ്ടല്ലേ. അപ്പം അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള ജയന്തേട്ടനും ഫാമിലി ഞങ്ങൾ ഒരുമിച്ച് തിരിയും. ഞങ്ങൾ നാഗർഹോളെ ടൈഗർ റിസർവിലേക്ക് കയറാൻ പോവാണ് അല്ലേ വിധു? നാഗർഹോളെ ഇന്ന് 1 വേ മാത്രമേ ഉള്ളൂ, 2 വേ ഇല്ല. കുട്ടപ്പം വീഡിയോ എടുക്കണ്ടോ? പുലിനൊക്കെ കാണുന്നിരിക്കേ. കുട്ടീനെ പൊളിക്കണ്ടോ? കുറച്ചുകൂടി കയറിട്ട്. അങ്ങനെ ഞങ്ങൾ നാഗർഹോളെ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. ആന, പുലി, കരടി എല്ലാം ഉണ്ട് എന്നുള്ളൊരു ഇതിലാണ്. ആന, പുലി, കരടി ഇതിനേത് നിമിഷം എന്തിനേയും കാണാന്നുള്ള ആ ഒരു ഇതിലാണ് പോണത്. ഏതില്? അതില്
എനിക്ക് ഇവിടുന്ന് കുട്ടേട്ട നിർത്തി ചെയ്തു ഉള്ളിൽ കയറി അല്ല കുട്ടേട്ട നടക്കണം. കരടിൻ്റെ കേട്ടോ, കരടി പുലി ചിലപ്പോൾ ജനവാലിൽ കൂടി ചാടാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം. അങ്ങനെ കൊടുങ്കാട്ടിൽ മഴ പെയ്തു ഗൈസ്. മഴ ഗൈസ്, ഭയങ്കര മഴ ഗൈസ്. ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് ഈസ്. മഴ നമുക്ക് കൊടുങ്കാട്ടിൽ മഴ ചെയ്യുന്ന പിന്നെ കിട്ടും. അപ്പോ രണ്ടും ഉറങ്ങി. അപ്പൊ ഗൈസ് ഞങ്ങളുടെ സങ്കടകരമായ സാറാണ്, വയനാട് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകേണ്ടുന്ന ആഗ്രഹോളെ വഴിയാണ്. പിന്നെ ഞങ്ങൾ മഡ് ഹൗസിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടത്തിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.